വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ഓണപ്പരീക്ഷ വരാൻ പോവാണല്ലേ. അപ്പോൾ ഓണപ്പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് എക്സാമിന് ചോദിക്കുക, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇവിടെ ആദ്യം തന്നെ 2 നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടാവും. ഒന്നാമത്തെ നിർദ്ദേശം, ഗതിവിധി ഏക് കാ ഉത്തർ ലിഖന അനിവാര്യ ഹേ. ഗതിവിധി എന്ന് പറഞ്ഞ ആക്ടിവിറ്റി, ഒന്നാമത്തെ ആക്ടിവിറ്റിയുടെ ഉത്തരം എഴുതേണ്ടത് നിർബന്ധമാണ്. നിങ്ങൾക്ക് ഓരോ ആക്ടിവിറ്റിയിലും ഫസ്റ്റ് ആക്ടിവിറ്റി നിർബന്ധമായിട്ട് നിങ്ങൾ ഉത്തരം എഴുതിയിരിക്കണം. ഇനി രണ്ടാമത്തെ 2 से 6 വരെ, 2 മുതൽ 6 വരെയുള്ള ഗതിവിധിയോമയും ആക്ടിവിറ്റികളിൽ കിൻഹീൻ 4 का उत्तर लिखे, ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. അപ്പോൾ എല്ലാ 2 നിർദ്ദേശങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ഗതിവിധി ഏക്, ആക്ടിവിറ്റി 1, ഒന്നാമത്തെ പ്രവർത്തനം. സൂചന എന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് സൂചനയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പനെ ബാരേമേ ലിഖേ, നിങ്ങളെക്കുറിച്ച് എഴുതാനാണ്. ഇവിടെ 3 സ്ഥലത്ത് ഫില്ല് ചെയ്യാനുണ്ട്. ഒന്ന് നാം എന്ന് പറഞ്ഞ പേര്, അവിടെ നിങ്ങളുടെ പേര് എഴുതണം. കക്ഷ എന്ന് പറഞ്ഞ ക്ലാസ്, അവിടെ നിങ്ങൾ എത്രയിലാണ് പഠിക്കുന്നത്, 5ാം ക്ലാസ്സിലാണ് അല്ലേ. അപ്പോൾ അവിടെ പാഞ്ച്വീം എന്ന് എഴുതണം. ഇനി സ്കൂൾ എന്നോർത്ത് നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ സ്കൂളിൻ്റെ പേരാണ് എഴുതേണ്ടത്. ഇത് 3ഉം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതാം. നാം എന്നുള്ളിടത്ത് നമുക്ക് എക്സാമ്പിളുമായിട്ട് ഞാൻ നീതു എന്ന് എഴുതുന്നു. കക്ഷ എന്നുള്ളിടത്ത് പാഞ്ച്വീം എന്ന് എഴുതുന്നു. സ്കൂൾ എന്നുള്ളിടത്ത് സർക്കാരി ഹൈസ്കൂൾ കൊല്ലം എന്ന് കൊടുക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നീതു കെ പിള്ളേക്ക നാം ക്യാ ഹേ, നീതുവിൻ്റെ പട്ടിക്കുട്ടിയുടെ പേരെന്താണ്? 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. 1 റോമി, 2 ടോമി. എന്താണ് ഉത്തരം? ആൻസർ 2 അല്ലേ, ടോമി. അപ്പോൾ ഇതിന് 1 മാർക്ക് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പിള്ളേക്കോ ക്യാ ഖാന പസന്ദ, നായക്കുട്ടിക്ക് എന്ത് കഴിക്കാനാണ് ആഗ്രഹം? 2 ഓപ്ഷൻ ഉണ്ട്, ദൂത് ഔർ ബിസ്ക്കറ്റ്, ചായ് ഔർ ബിസ്ക്കറ്റ്. ആൻസർ എന്താണ്? ചായ ഓർ ബിസ്ക്കറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആക്ടിവിറ്റിക്ക് എത്ര മാർക്ക് കിട്ടിക്കാണും? ഒന്നാമത്തെ അങ്ങനെ 5 മാർക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഓരോ ആക്ടിവിറ്റിക്ക് 5 മാർക്കാണ് ഉണ്ടാവുക. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഗതിവിധി 2, സൂചന. കവിതാംശ പഠേ ഔർ പ്രശ്നോം കെ ഉത്തർ ലിഖേ, കവിത വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഹവ ബഹ് രഹി ठंडी ठंडी, घूम रही वह बहकी बहकी, उड़ती उड़ती आई चिड़िया, फुदक फुदक कर वे भी चहकी. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കവിത സേ സമാൻ ധ്വനി വാലെ ശബ്ദ് ചുൻകർ ലിഖേ, ഈ കവിതയിൽ നിന്ന് ഒരേപോലത്തെ സൗണ്ട് വരുന്ന വാക്കുകൾ എടുത്തെഴുതാനാണ്. ഇതിന് 3 ठंडी ठंडी, 2 ബഹക്കി ബഹക്കി, 3 ഉടുത്തി ഉടുത്തി, 4 ഫുദക് ഫുദക്. അപ്പോൾ ഈ 4 വാക്കുകൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഇനി അടുത്ത ചോദ്യം, ഹവ കൈസെ ബഹ് രഹി ഹേ, കാറ്റ് എങ്ങനെയാണ് വീശുന്നത്? അപ്പോൾ അതിന് 3 ഓപ്ഷൻസ് ഉണ്ട്, ठंडी ठंडी, ഫുദക് ഫുദക്, ഉടുത്തി ഉടുത്തി. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കും? ഹവ എന്നത് ആദ്യത്തെ വരിയിലാണ് ഹവ എന്ന് എഴുതിയിട്ടുള്ളത്. ഹവ ബഹ് രഹി ठंडी ठंडी. അപ്പോൾ അതിൻ്റെ ആൻസർ ഈസ് ठंडी ठंडी. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിക്ക് നിങ്ങൾക്ക് 5 മാർക്കാണ് ഒന്നാമത്തെ ചോദ്യത്തിൽ. അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഗതിവിധി 3, സൂചന. ചിത്രക്കോ രംഗ് വരെ, തന്നിട്ടുള്ള ചിത്രത്തിന് നിറം കൊടുക്കുക. അപ്പോൾ എന്തൊക്കെ നിറമാണ് കൊടുക്കേണ്ടത് എന്ന് ആരോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പീല, ആ പീല എന്ന് എഴുതി ആരോ ഇട്ട് കൊടുത്തും 2 സ്ഥലത്ത് പീല കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ 2 സ്ഥലത്തും മഞ്ഞയാണ് കൊടുക്കേണ്ടത്. ലാൽ, ലാൽ എന്നാൽ ചുവപ്പ്, അവിടെ ചുവപ്പ് നിറം കൊടുക്കണം. നീല ബ്ലൂ ആണ്, അവിടെ ബ്ലൂ കളർ കൊടുക്കണം. കാല കറുപ്പാണ്, അവിടെ കറുപ്പ് കളർ കൊടുക്കണം. ഹര പച്ച, അപ്പോൾ ഇത് കളർ കൊടുക്കാനാണ്. അപ്പോൾ കൂട്ടുകാർ കളർ നന്നായിട്ട് കൊടുക്കുക. കൂട്ടുകാരെ, ഇനി നമുക്ക് ഗതിവിധി 4 നോക്കാം. ആക്ടിവിറ്റി 4. ഇവിടെ 3 ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചിത്രം നോക്കിയിട്ട് ചിത്രയ്ക്ക് അനുസാർ പൂരാക്കരെ, ഈ ചിത്രം നോക്കിയിട്ട് വിട്ടുപോയ ഭാഗത്ത് പൂരിപ്പിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചിത്രത്തിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചിത്രത്തിൽ നമ്മുടെ പട്ടിക്കുട്ടി ഉറങ്ങുന്നു.
രണ്ടാമത്തെ ചിത്രത്തിൽ പട്ടിക്കുട്ടി ഫുഡ് കഴിക്കുന്നു. മൂന്നാമത്തെ ചിത്രത്തിൽ പട്ടിക്കുട്ടി ബോൾ കളിക്കുന്നു. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ ഏറ്റവും അടിയിലായിട്ട് നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഖേൽത്ത, ഖാത്ത, സോത്ത. ഖേൽത്ത എന്ന് പറഞ്ഞാൽ കളിക്കുക, ഖാത്ത എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക, സോത്ത ഉറങ്ങുക. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യണം. അപ്പോൾ ഉത്തരം എഴുതിയാലോ? പിള്ള ഡാഷ് ഹേ. പിള്ള എന്താ ചെയ്യുന്നത്? ഉറങ്ങുന്നു. ഉറങ്ങുന്നതിന് എന്താ പറയുക? സോത്ത. അപ്പോൾ നമ്മൾ അടിയിലത്തെ ബ്രാക്കറ്റ് നോക്കിയിട്ട് സോത്ത എന്നവിടെ എഴുതാം കേട്ടോ. ഇനി രണ്ടാമത്തെ പിള്ള ഡാഷ് ഹേ. നായക്കുട്ടി എന്ത് ചെയ്യുന്നു? ഫുഡ് കഴിക്കുന്നു. കഴിക്കുക എന്നുള്ള എന്ത് പറയും? ഖാത്ത. അപ്പോൾ അവിടെ രണ്ടാമത്തെ ഖാത്ത എന്ന് എഴുതുക. മൂന്നാമത്തെ പിള്ള ഡാഷ് ഹേ. നായക്കുട്ടി കളിക്കുന്നു. കളിക്കുന്നതിന് ഖേൽത്ത എന്നാണ് പറയുക. അപ്പോൾ പിള്ള ഖേൽത്ത ഹേ. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിക്ക് നമുക്ക് 3 മാർക്ക് കിട്ടും കേട്ടോ. ഇനി അടുത്ത രണ്ട് ചോദ്യം കൂടിയുണ്ട്. പിള്ള കിസ്കെ നീച്ചെ സോത്താത. നായക്കുട്ടി എന്തിനു താഴെയാണ് ഉറങ്ങാറ്? ആൻസർ പങ്ക് കെ. ഫാനിൻ്റെ ചുവട്ടിലാണ് അല്ലേ. ഇനി അടുത്തത് പിള്ള കിസ്സെ ലടുത്താത. നായക്കുട്ടി ആരോടാണ് തല്ല് പിടിക്കാറ്? ആൻസർ നീതു. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി മാർക്ക് കിട്ടി 5 മാർക്ക്. ഇനി നമുക്ക് 5ാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഇവിടെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു കാക്കയുടെ പിക്ചർ, രണ്ടാമത്തേൽ ഒരു പൂവിൻ്റെ പിക്ചർ ഉണ്ട്, മൂന്നാമത്തേൽ ഒരു കുളത്തിൽ മീനുണ്ട്, പിന്നെ അടുത്ത് പൂന്തോട്ടമുണ്ട്, ഒരു കുട്ടീനെയും കാണാം, ഒരു പെൺകുട്ടിയുണ്ട്, പിന്നെ പൂമ്പാറ്റ പൂവിലെ തേൻ കുടിക്കുന്നതുണ്ട്. അപ്പോൾ ഈ പിക്ചറൊക്കെ എന്താണെന്ന് കൂട്ടുകാർ ആദ്യം നോക്കുക. എന്നിട്ട് നമുക്ക് ആ വിട്ടുപോയ ഭാഗത്ത് ഫില്ല് ചെയ്യണം. കോഷ്ടക സേ ചുൻകർ സഹി ഉത്തർ ലിഖേ. കോഷ്ടകം എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ നിന്നും ശരി ഉത്തരം കണ്ടെത്തി എഴുതാനാണ്. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ എഴുതിയത് ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത്? മച്ചലി എന്ന് പറഞ്ഞാൽ മീൻ, തിത്തലി പൂമ്പാറ്റ, ഫൂൽ പൂവ്, ചിടിയ പക്ഷി, ലടുക്കി പെൺകുട്ടി. അപ്പോൾ നമ്മളുടെ ചിത്രത്തിലുള്ളതിൻ്റെയൊക്കെ പിക്ചറിലുള്ളതിൻ്റെയൊക്കെ പേരാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഇത് ഓരോന്നും നമുക്ക് ഫില്ല് ചെയ്യാൻ എടുക്കണം. അപ്പോൾ ഒന്നാമത്തെ പിക്ചറിൽ എന്താണ്? പേഡ് പർ ഡാഷ് ഹേ. മരത്തിൽ ഡാഷ് എന്താണ്? കാക്ക. കാക്കയ്ക്ക് എന്താണ് പറയുക? കാക്കയ്ക്ക് നമുക്ക് ബ്രാക്കറ്റിൽ നോക്കിയാലോ? ചിടിയ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഒന്നാമത്തെ ചിത്രത്തിലൊരു പക്ഷിയുണ്ട് അല്ലേ. അപ്പോൾ പക്ഷിക്ക് എന്താണ് പറയുക? പക്ഷിക്ക് ബ്രാക്കറ്റിൽ നോക്കുക നമ്മൾ, എന്താണ്? ചിടിയ. അപ്പോൾ ചിടിയ എന്നാണ് അവിടെ എഴുതേണ്ടത്. പേഡ് പർ ചിടിയ ഹേ. രണ്ടാമത്തെ ഒരു പൂവാണ് അല്ലേ. പൂവിന് എന്താ പറയുക? ബ്രാക്കറ്റിലുണ്ടാ നോക്കൂ. പൂവിന് നമ്മൾ മൂന്നാമത് എഴുതിയ ഫൂൽ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ എന്താ ചോദ്യം അവിടെ എന്താ എഴുതേണ്ടത്? പൗദേമേ ഡാഷ് ഹേ. ചെടിയിൽ പൂവുണ്ട്. പൗദേമേ ഫൂൽ ഹേ. അടുത്ത ചിത്രം, ഇവിടെ ഒരു നദി കാണുന്നുണ്ട്. നദീമേ ഡാഷ് ഹേ. നദിയിൽ എന്താ കാണുന്നത്? മീനാണല്ലേ. മീൻ എന്താ പറയുക? മച്ചലി. നദീമേ മച്ചലി ഹേ. അടുത്തത് പൂന്തോട്ടത്തിൽ ഒരു പെൺകുട്ടിയുണ്ട് അല്ലേ. ബഗീചേമേ ഡാഷ് ഹേ. പൂന്തോട്ടത്തിൽ ലടുക്കി ഹേ. അടുത്തത് ഫൂലുമേ ഡാഷ് ഹേ. പൂവിൽ പൂമ്പാറ്റയുണ്ട്. പൂമ്പാറ്റയ്ക്ക് എന്താ പറയുക? തിത്തലി. അപ്പോൾ ഇവിടെ ഈ തന്നിട്ടുള്ള ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള ഓരോ വാക്കുകളും അർത്ഥം മനസ്സിലാക്കി ആ വിട്ടുപോയ ഭാഗത്ത് ഫില്ല് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എത്ര മാർക്ക് കിട്ടും? ഈ 5 വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും കേട്ടോ. അടുത്തത് 6ാമത്തെ ആക്ടിവിറ്റി, അവസാനത്തെ ആക്ടിവിറ്റി. കവിത വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. കവിതാംശ പഠേ ഔർ പ്രശ്നോംക്ക് ഉത്തർ ലിഖേ. അപ്പോൾ ആദ്യം കവിത വായിക്കുക. ആദ്യത്തെ ചോദ്യം ഒരു മാച്ച് ദ ഫോളോയിങ്സ് ആണ്. അപ്പോൾ കവിത വായിച്ചാൽ മാച്ച് ദ ഫോളോയിങ്സ് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ വായിക്കാം. ടില്ലു ജി സ്കൂൾ ഗയേ. ടില്ലു സ്കൂളിൽ പോയി. ബസ്ത ഘർ പർ ഭൂൽ ഗയേ. ബാഗ് വീട്ടിൽ മറന്നു വെച്ചു. രാസ്തേ ബർ ദേ ഡെറേ ഡെറേ. അങ്ങനെ നടന്നു പോകുമ്പോൾ ഒക്കെ പേടിച്ചു. സ്കൂൾ പഹൂഞ്ചിക്കർ അരേ അരേ. സ്കൂളിൽ എത്തിയപ്പോൾ അരേ അരേ. അടുത്ത് ചുട്ടിക്ക നോട്ടീസ് ചിപ്ക. അവധിയാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദേ ഖുഷി ഫൂൽ ഗയ്. അങ്ങനെ സന്തോഷം കൊണ്ട് ചിരിച്ചു. ദോനോ ബാഹേം മമ്മിക്ക്. അങ്ങനെ 2 പേരും ഓടി മമ്മിയുടെ അടുത്തേക്ക്. ഡാൽ ഗലേമേ ജൂൽ ഗയ്. അങ്ങനെ അമ്മയുടെ തോളിൽ പിടിച്ചിട്ട് അവർ തൂങ്ങി. അപ്പോൾ മാച്ച് ചെയ്യാം.
टिल्लू जी स्कूल गए, बस्ता घर पर भूल गए, छुट्टी का नोटिस चिपका, दोनों बाहें मम्मी के. അടുത്ത ക്വസ്റ്റ്യൻ, കവിത കേലി ഉചിത് ശീർഷക് ദേ. ഈ കവിതയ്ക്ക് ഉചിതമായിട്ടുള്ള ഒരു ഹെഡിങ് കൊടുക്കാനാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ മാച്ച് ദ ഫോളോയിങ്സ് യൂസ് ചെയ്തിട്ട് എഴുതാം. എന്താ? ടില്ലൂജി സ്കൂൾ ഗയേ, ടില്ലൂജി സ്കൂളിൽ പോയി എന്ന് കൊടുക്കാം. അതല്ലെങ്കിൽ ഖുഷി എന്ന് കൊടുക്കാം. ഇത് സന്തോഷമാണല്ലോ ഇവിടെ, അപ്പോൾ ഇവിടെ ഖുഷി എന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാർ നല്ലൊരു ഹെഡിങ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മൾ 6 ആക്ടിവിറ്റിയുടെയും ഉത്തരം നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി നിർബന്ധമായിട്ടും ആൻസർ ചെയ്യണം. അടുത്ത 2 മുതൽ 6 വരെയുള്ളതിൽ ഒരെണ്ണം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതാണോ എളുപ്പമില്ലാത്തത് എങ്കിൽ അത് കൂട്ടുകാർ എഴുതണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് 25-ലാണ് പരീക്ഷ ഉണ്ടാവുക. എല്ലാ കൂട്ടുകാർക്കും 25-ൽ 25 മാർക്കും കിട്ടട്ടെ. അപ്പോൾ ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും വീണ്ടും വരാം. ബൈ ബൈ.